Professor. Our next topic is primitive data types and wrapper types in Java. So, what is primitive data types and wrapper types in Java? Think primitive data types as simple containers that directly store values, whereas wrapper types as objects that wrap primitive values inside an object. അതായത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ വാല്യൂസിനെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ റാപ്പർ ടൈപ്സ് ആണെങ്കിൽ ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ റാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റ് ആയിട്ട് റാപ്പർ ടൈപ്സിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ജാവ പ്രൊവൈഡ് ചെയ്യുന്നത് 8 പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈറ്റ്, സെക്കൻഡ് വൺ ഷോർട്ട്, ഇൻറ്റ്, ലോങ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ബൂലിയൻ. അതിൽ ബൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റീജേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 10, 11 അതേമാതിരിയുള്ള സ്മോൾ ഇൻറ്റീജർ ടൈപ്സ്. വെറാസ് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്റീജർ വാല്യൂസ് 100, 200 അങ്ങനെയുള്ള ഇൻറ്റീജർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഇനി ഇൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ്, INT. ഇനി ലോങ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോങ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലോട്ട്, ഡെസിമൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. 12.5, 13.5, 3.33 അതേപോലെയുള്ള പോയിന്റ് വരുന്ന ഡെസിമൽ വാല്യൂസ്. ഇനി ഡബിൾ ആണെന്നുണ്ടെങ്കിൽ ലാർജ് ഡെസിമൽ നമ്പേഴ്സ്. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സ് ABC അതേപോലെയുള്ള സിംഗിൾ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ക്യാരക്ടർ CHAR എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ബൂളിയൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ഡാറ്റ ടൈപ്പാണ്, അതായത് ട്രൂ ഫോൾസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൻ്റെ. കൺസിഡർ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 20, ഡബിൾ സാലറി ഈക്വൽ ടു 25,000.50, ക്യാരക്ടർ ഗ്രേഡ് ഈക്വൽ ടു A, ബൂലിയൻ പാസ്ഡ് ഈക്വൽ ടു ട്രൂ. അപ്പോൾ ഇവിടെ 4 ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്, ഡബിൾ ഡാറ്റ ടൈപ്പ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, ബൂലിയൻ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കാം. ഇൻറ്റ് ഏജ് ഈക്വൽ ടു 20. അപ്പോൾ ഏജ് എന്ന് പറയുന്ന ടേം എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ആയിരിക്കും ഇതിൽ സ്റ്റോർ ചെയ്യുക, അതായത് 20. ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ഏജ് സ്റ്റോർ 20 എന്ന് പറയുന്ന വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യും. ഇനി സെക്കൻഡ് വൺ ഡബിൾ സാലറി ഈക്വൽ ടു 25,000.50. ഡബിൾ ഡാറ്റ ടൈപ്പ് എന്തിനാണ്? ലാർജ് ഡെസിമൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ സാലറി സ്റ്റോർ 25,000.50. സാലറി എന്ന് പറയുന്ന ടേം ഈ ഒരു ഡബിൾ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ആയിട്ടുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. ദെൻ തേർഡ് വൺ ക്യാരക്ടർ ഗ്രേഡ് ഈക്വൽ ടു A. CHAR എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് സിംഗിൾ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഗ്രേഡ് A എന്ന് പറയുന്ന ഗ്രേഡ് ഇവിടെ സ്റ്റോർ ആവും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ബൂലിയൻ. ബൂലിയൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ട്രൂ ആണ്, ട്രൂ എന്ന് പറയുന്ന വാല്യൂ ബൂലിയൻ എന്ന് പറയുന്ന അതിൽ സ്റ്റോർ ആവും. ഇതാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റാപ്പർ ടൈപ്സ്. റാപ്പർ ടൈപ്സ് നമ്മൾ പറഞ്ഞു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ റാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് ആണ് റാപ്പർ ടൈപ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സംടൈംസ് ജാവ നീഡ്സ് വാല്യൂസ് ടു ബിഹേവ് ലൈക്ക് ഒബ്ജക്ട്സ് ലൈക്ക് കളക്ഷൻ ഓഫ് അറേ ലിസ്റ്റ് ആൻഡ് സം മെത്തേഡ്സ് ദാറ്റ് റിക്വയർ ദ ഒബ്ജക്ട്സ് ഓർ സം യൂസ്ഫുൾ മെത്തേഡ്സ് ഫോർ കൺവേർഷൻ. അങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മളുടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ റാപ്പ് ചെയ്ത് വെക്കുന്നത് റാപ്പർ ടൈപ്സ് ആയിരിക്കും. So, in order to solve all this, Java provides wrapper classes. ഓരോ പ്രിമിറ്റീവ് ടൈപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റാപ്പർ ക്ലാസ് ഉണ്ടാവും. റാപ്പർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇവിടെ പ്രിമിറ്റീവ് ടൈപ്പ് ബൈറ്റ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ടൈപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാപ്പർ ക്ലാസ് ഇങ്ങനെയായിരിക്കും. അതായത് ഫസ്റ്റ് ക്യാരക്ടർ B എന്ന് പറയുന്നത് ക്യാപ്സ് ആയിരിക്കും. അങ്ങനെയാണ് റാപ്പർ ക്ലാസ്സിനെ ഡിനോട്ട് ചെയ്യുക. ഇനി ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ റാപ്പർ ക്ലാസ് ഷോർട്ട്, അവിടെ S ക്യാപിറ്റൽ ആവും. ഇൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റാപ്പർ ക്ലാസ് ഇൻറ്റീജർ ആണ്. ലോങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റാപ്പർ ക്ലാസ് ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ബൂലിയൻ. ഇതേമാതിരി ആയിരിക്കും ഓരോ പ്രിമിറ്റീവ് ടൈപ്പിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാപ്പർ ക്ലാസ്സസ് ഉണ്ടാവുക.
ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്, റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് റാപ്പർ ടൈപ്സ് ആണ്. അപ്പോൾ ഇൻഡ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിനെ റാപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റീജർ എന്നായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതായത് മോസ്റ്റ് റാപ്പർ നെയിംസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഇനി ഡബിൾ എന്നുള്ളത് റാപ്പർ ആവുമ്പോൾ അതിൻ്റെ ഡി ക്യാപ്സ് ആവും ഡബിൾ. ഇനി CHAR എന്ന് പറയുന്നത് റാപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ക്യാരക്ടർ എന്നായിരിക്കും റാപ്പർ ടൈപ്പായിട്ട് ഉണ്ടാവുക. ബൂലിയൻ ബൂലിയൻ ശ്രദ്ധിക്കുക, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കും. റാപ്പർ ടൈപ്സിൻ്റെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും റാപ്പർ ടൈപ്സും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഡിഫറൻസ് ആണ് അത്. റാപ്പർ ടൈപ്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. Integer age equal to 20, double salary equal to 25,000.50, character grade equal to A, boolean passed equal to true. അപ്പോൾ ഇതേ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ കണ്ടിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു? ഇൻഡ് ഏജ് ഈക്വൽ ടു 20, ഡബിൾ സാലറി ഇവിടെ D സ്മോൾ ആയിരുന്നു, ക്യാരക്ടറിന് പകരം CHAR എന്നായിരുന്നു, ബൂലിയൻ എന്ന് പറയുമ്പോൾ B സ്മോൾ ആയിരുന്നു. അപ്പോൾ ഇതിനെ റാപ്പർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ ഈ ഡാറ്റ ടൈപ്പ് മാറി. ഇൻഡ് എന്നുള്ളതിലത്തെ I ക്യാപ്സ് ആയി, ഇൻഡിന് പകരം ഇൻറ്റീജർ ആയി, ഡബിൾ എന്നുള്ളതിലത്തെ D ക്യാപ്സ് ആയി, ക്യാർ എന്നുള്ളത് ക്യാരക്ടർ ആയി, C ക്യാപിറ്റൽ ലെറ്റർ ആയി, ബൂലിയനിലെ B ക്യാപിറ്റൽ ലെറ്റർ ആയി. ദീസ് ആർ ഒബ്ജക്ട്സ് നോട്ട് സിമ്പിൾ പ്രിമിറ്റീവ് വാല്യൂസ്. ഇങ്ങനെയായിരിക്കും പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ റാപ്പർ ടൈപ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഈ പ്രിമിറ്റീവ് ടൈപ്പും റാപ്പർ ടൈപ്പും തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. അതായത് ഇമാജിൻ എ ഗിഫ്റ്റ്. നമ്മൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. സോ ഒരു ചോക്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്. ആ ചോക്ലേറ്റിനെ പ്രിമിറ്റീവ് ടൈപ്പായിട്ട് കാണുക. സോ ജസ്റ്റ് ദ ചോക്ലേറ്റ് ഇറ്റ് സെൽഫ്. ഇനി റാപ്പർ ടൈപ്പോ, നമ്മൾ ആ ചോക്ലേറ്റിനെ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത്. സോ ആ ഗിഫ്റ്റ് ബോക്സ് ആയിരിക്കും റാപ്പർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് ഒരു ചോക്ലേറ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണു. അപ്പോൾ ആ ചോക്ലേറ്റ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്. ആ ചോക്ലേറ്റിനെ നമ്മളൊരു ബോക്സിൽ കവർ ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സ് എന്തായിരിക്കും? റാപ്പർ ടൈപ്പ് ആയിരിക്കും. ഇതാണ് പ്രിമിറ്റീവ് ടൈപ്പും റാപ്പർ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ്. പ്രിമിറ്റീവ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഡയറക്റ്റ്ലി സ്റ്റോർ ചെയ്യും. റാപ്പർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വാല്യൂസ് സ്റ്റോർ ചെയ്യുക. ഫാസ്റ്റർ ആണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. റാപ്പർ ടൈപ്സ് കുറച്ച് സ്ലോവർ ആണ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിന് ലെസ് മെമ്മറി മതി, റാപ്പർ ടൈപ്സിന് കുറച്ചും കൂടി മോർ മെമ്മറി യൂസേജ് വേണം. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിന് മെത്തേഡ്സിനെ കോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ റാപ്പർ ടൈപ്സിന് മെത്തേഡ്സിനെ കോൾ ചെയ്യാൻ പറ്റും. ആൻഡ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ എക്സാമ്പിൾസ്, അതായത് പ്രിമിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. റാപ്പർ ടൈപ്പിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവും, അതിനെ ഇൻറ്റീജറിനായിട്ട് മാറ്റും. ഇനി ഇവിടെ ഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ D സ്മോൾ ആയിരിക്കും, എല്ലാ ലെറ്റേഴ്സും സ്മോൾ ആയിരിക്കും. റാപ്പർ ടൈപ്പിലോട്ട് വരുമ്പോൾ D ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആയിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓട്ടോ ബോക്സിംഗ്. ഓട്ടോ ബോക്സിംഗ് എന്താണ്? ജാവ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് എ പ്രിമിറ്റീവ് ഇൻറ്റു റാപ്പർ ഒബ്ജക്റ്റ്. അതായത് ഓട്ടോമാറ്റിക്കലി പ്രിമിറ്റീവ് ടൈപ്പിനെ റാപ്പർ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോ ബോക്സിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് നം ഈക്വൽ ടു 100, ഇത് പ്രിമിറ്റീവ് ടൈപ്പാണ്. ദെൻ ഇൻറ്റീജർ ഒബ്ജക്റ്റ് ഈക്വൽ ടു നം, ഇത് റാപ്പർ ടൈപ്പാണ്. സോ ജാവ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ്. എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇൻറ്റീജർ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഇൻറ്റീജർ ഡോട്ട് വാല്യൂ ഓഫ് നം. അതായത് ഈ പ്രിമിറ്റീവ് ടൈപ്പിൽ ഇൻറ്റ് നം ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീജർ 100 ഈ നം എന്ന് പറയുന്നതിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. സോ ഇൻറ്റീജർ ഒബ്ജക്റ്റ് ഈക്വൽ ടു നം എന്ന് ഇവിടെ റാപ്പർ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്? ഇൻറ്റീജർ ഈ നമ്മിലുള്ള വാല്യൂ ആണ് ഈ ഒബ്ജക്റ്റിൽ സ്റ്റോർ ആവേണ്ടത്, ഇൻറ്റീജർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിൽ സ്റ്റോർ ആവേണ്ടത്. സോ ഇൻറ്റീജർ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഇൻറ്റീജർ ഡോട്ട് വാല്യൂ ഓഫ് നം. നം എന്ന് പറയുന്നതിൽ സ്റ്റോർ ആയിട്ടുള്ള വാല്യൂ ആണ് ഇൻറ്റീജർ ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ആവേണ്ടത്. അതായത് ജാവ ഈ ഒരു കമാൻഡ് കൊണ്ട് ഓട്ടോമാറ്റിക്കലി പ്രിമിറ്റീവ് ടൈപ്പിനെ റാപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതാണ് ഓട്ടോ ബോക്സിംഗ് എന്ന് പറയുന്നത്. ദിസ് ഓട്ടോമാറ്റിക് കൺവേർഷൻ ഈസ് കോൾഡ് ഓട്ടോ ബോക്സിംഗ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അൺബോക്സിംഗ്. ഓട്ടോ ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ടൈപ്പിനെ റാപ്പറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച്, അതായത് റാപ്പർ ടൈപ്പിനെ പ്രിമിറ്റീവ് ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അൺബോക്സിംഗ് എന്ന് പറയുന്നത്. ഇൻറ്റീജർ ഒബ്ജക്റ്റ് ഈക്വൽ ടു 100, ഇത് റാപ്പർ ടൈപ്പ്. ഇനി ഇൻറ്റ് നം ഈക്വൽ ടു ഒബ്ജക്റ്റ്, ഇത് പ്രിമിറ്റീവ് ടൈപ്പ്. അപ്പോൾ ഇവിടെ ഇൻറ്റീജർ ഒബ്ജക്റ്റ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഒബ്ജക്റ്റിൽ വേണ്ടത്. അപ്പോൾ ഇൻറ്റ് നം ഈക്വൽ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാലോ, ഈ ഒബ്ജക്റ്റിൽ ഇപ്പോൾ 100 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, ആ വാല്യൂ ആയിരിക്കും ഇൻറ്റ് നം എന്ന് പറയുന്നതിൽ ഉണ്ടാവുക. സോ ജാവ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ഇൻറ്റ് നം ഈക്വൽ ടു
ഒബ്ജക്റ്റ് ഡോട്ട് ഇൻറ്റു വാല്യൂ. അതായത് ഇൻറ്റ് നം എന്ന് പറയുന്നതിൽ ഒബ്ജക്റ്റ് ഡോട്ട് ഇൻറ്റു വാല്യൂ, ഒബ്ജക്റ്റിൽ ഉള്ള വാല്യൂ, അതായത് 100 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഈ ഇൻറ്റ് നമ്മിലും ഉണ്ടാവുക. സോ അവിടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കൺവേർഷൻ നടന്നു, അതായത് റാപ്പർ എന്ന് പ്രിമിറ്റീവ് വാല്യൂയിലേക്ക് കൺവേർട്ട് ആയി. ഇതിനെയാണ് അൺബോക്സിംഗ് എന്ന് പറയുന്നത്. ഓട്ടോ ബോക്സിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, പ്രിമിറ്റീവ് നിന്ന് റാപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യാൻ ജാവ യൂസ് ചെയ്യുന്ന ലൈനാണ് ഇത്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൻ്റെയും റാപ്പർ ടൈപ്പിൻ്റെയും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ദേ ആർ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ദാറ്റ് ഡയറക്ട്ലി സ്റ്റോർ വാല്യൂസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻറ്റ്, ഡബിൾ, ഫ്ലോട്ട്, ക്യാരക്ടർ, ബൂലിയൻ, ഇതെല്ലാമാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇനി റാപ്പർ ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് ദാറ്റ് കൺവേർട്ട് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ഇൻ ടു ഒബ്ജക്റ്റ്. അതായത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിനെ റാപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യും, അതായത് ഒബ്ജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് റാപ്പർ ക്ലാസ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ വിത്ത് ഓൾ ദ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ഒബ്ജക്ട്സ് ആർ റിക്വയർഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്രിമിറ്റീവ് വാല്യൂസ്. പ്രിമിറ്റീവ് വാല്യൂസിന് പകരം ഒബ്ജക്ട്സിൻ്റെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ റാപ്പർ ക്ലാസ്സസിനെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ജസ്റ്റ് സിംഗിൾ ലൈൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. Thank you for watching. See you with another video. So if you like, please subscribe. Thank you.